അല്ലല്ലോ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. പറഞ്ഞു ഇൻഷാ അല്ലാഹ് നോക്കാം. ഞാൻ ആ മോളോട് വരാൻ വേണ്ടി പറഞ്ഞു, ഉമ്മയോടും വരാൻ വേണ്ടി പറഞ്ഞു. മോളോട് ഇരുത്തി, ഉമ്മയോട് കുറച്ച് ബാക്കിൽ കാണുന്ന രൂപത്തിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. മോളോട് ഞാൻ നേർക്കുനേരെ സംസാരിച്ചു. മോളെ, മാഷ് എന്തിനാണ് മോളോട് സംസാരിക്കുന്നതെന്ന് മോൾക്കറിയാം. ഒറ്റ കാര്യമാണ് ഞാൻ മോളോട് ചോദിക്കുന്നത്. മോളെ, ഞാൻ എന്താണ് മോൾക്ക് പറഞ്ഞു തരണ്ടേ? എന്താണ് മോൾക്ക് പറഞ്ഞു തരണ്ടേ? എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ അറിയാം? ഖുത്ബക്ക് വരുന്ന, ജുമാക്ക് വരുന്ന, ക്ലാസ്സിന് വരുന്ന, ഇസ്ലാമിക വേഷം ധരിച്ച ആ കുട്ടി എന്നോട് പറഞ്ഞ വാചകം എനിക്ക് സന്തോഷം നൽകി. ആ മോളിനോട് വന്നിട്ട് പറഞ്ഞു, മാഷേ, ഉമ്മാക്കും വാപ്പാക്കും പ്രശ്നമാണെന്ന് എനിക്കറിയാം. മാഷിനോട് ഒന്നും പറയണ്ട, ഒറ്റ കാര്യം മാത്രം എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഒഴിവാകാം, ബാക്കിയൊന്നും മാഷിനോട് പറയണ്ട. ചോദിച്ചു, എന്താണ്? ഞാനെടുത്ത തീരുമാനം, ഞാൻ രക്ഷിതാക്കളോട് അടിവരട്ട് കേൾക്കാനുണ്ട് പറഞ്ഞത്, ഞാനെടുത്ത തീരുമാനം മതപരമായി നിഷിദ്ധമാണ് എന്ന് മാഷിനിക്ക് പറഞ്ഞെന്നാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാകാം. ബാക്കിയൊന്നും മാഷിനോട് പറയണ്ട, ബാക്കിയൊന്നും പറയണ്ട. മതപരമായി ഞാനെടുത്ത തീരുമാനം നിഷിദ്ധമാണ് എന്ന് മാഷിനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാകാം. ബാക്കിയൊന്നും പറയണ്ട. ആ ബാക്കിയൊന്നും പറയണ്ട എന്നുള്ളതിന്റെ ഉത്തരം എന്താ രക്ഷിതാക്കളെ? ബാക്കിയൊക്കെ ബാപ്പിമ്മയും പറഞ്ഞിക്കണ്, ബാപ്പിമ്മയൊക്കെ പറഞ്ഞിക്കണ്. ബാപ്പിമ്മ എന്താണ് ഇപ്പൊ ഇവിടെ ഇരിക്കണ ഞാനടക്കമുള്ള രക്ഷിതാക്കള്, നമ്മളെ കുട്ടിക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാറിയോ? ആദ്യം ആ ചങ്ങായി ഏതാ പോയി നോക്കും. എന്നിട്ട് അത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ മഹല്ല് കമ്മിറ്റി കൂടെ ഹലാലായ മാർഗത്തിലാക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ ആയത്തു ഹദീസൊന്നും ഉണ്ടാവില്ല. അത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അപ്പം വന്നിട്ട് മകളോട് വന്നിട്ട്, അനക്കറിയില്ലേ പ്രേമം ഹറാമാണ്, അനക്കറിയില്ലേ വേറെ ആളെ നോക്കല് ഹറാമാണ്, അനക്കറിയില്ലേ ചാടിപ്പോയിൽ ഹറാമാണ്. അപ്പൊ ഇതൊന്നും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുമ്പോൾ ഈ ഹറാമും ഹലാലും ആയത്തു ഹദീസൊന്നും ഇല്ലേ? അതുണ്ട്. അത് നമ്മളെ മക്കൾക്കറിയാം. ഉമ്മാക്കും ബാപ്പാക്കും ഈ വിഷയത്തിലെ മതത്തിനോടുള്ള എതിര് ഞാൻ നോക്കിയ ആളോടാണ് ബാപ്പാക്കും ഉമ്മാക്കെതിര്. അതുകൊണ്ടാണ് മക്കൾ മാറാത്തത്. മതപരമായി സംസാരിക്കേണ്ടിയ ദീന് മക്കൾക്ക് വന്നാലും ഇന്നലെ നോക്കാൻ കണ്ടത് കാസർഗോഡാണ്. ഇതിനർത്ഥം എന്താ അറിയോ? കണ്ണൂരിലാണെങ്കിൽ നോക്കിയാൽ നിന്റെ വാപ്പിമ്മി നിന്നെ എങ്ങനെയാ നോക്കിയത്? നോക്കി, ഹൈറ്റ് നോക്കി, വെയിറ്റ് നോക്കി, കഷണ്ടി നോക്കി, വെളുപ്പ് നോക്കി, സൂപ്പർ മാർക്കറ്റ് നോക്കിയിട്ടാണോ ഇസ്ലാമിന്റെ മതനിയമം പറയുന്നത്? ആഞ്ഞുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞ കേൾക്കാത്തത്. നമ്മുടെ മക്കളോട് ഒറ്റ വാചകം പറയണ്ടേ? ആൺകുട്ടികൾക്ക് ആള് ആരുമാകട്ടെ, പ്രധാനമന്ത്രിന്റെ മകനാകട്ടെ, മകളാകട്ടെ, മതത്തിന്റെ ഹുക്കുമേ ഈ വീട്ടിൽ നടപ്പിലാക്കുള്ളൂ. അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? കുടുംബമായിട്ട് ജീവിക്കാം. അത് പറ്റൂലേ? ഓൾക്ക് പറ്റിയ ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകാം. ബാക്കിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കഴിഞ്ഞു. നല്ല കുട്ടികളാണ്. അവിടെ നിൽക്കാൻ ഒരു വീട്ടിലെ ബാപ്പാക്കും കഴിഞ്ഞാൽ മക്കള് സ്വാഭാവികമായി മതപരമായി ഹലാലാണ് എന്റെ വാപ്പ കൂടെ ഉണ്ടായാൽ അത് ദൂരണ്ടെങ്കിലും ദൂരല്ലെങ്കിലും ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് കുറഞ്ഞാലും വെയിറ്റുണ്ടെങ്കിലും വെയിറ്റില്ലെങ്കിലും കൂടെ ഉണ്ടാകാം. മക്കൾക്ക് ബോധ്യപ്പെട്ടാൽ മക്കളെ മാതാപിതാക്കളെ മോളെ സുന്ദരമാണ്. എന്തുകൊണ്ട്? ഓൾക്ക് ദീന് മാത്രം പറഞ്ഞാൽ മതി. മോളെ, കോഴിക്കോട് ഉസ്താദിന് എനിക്ക് എന്റെ ഉമ്മാനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ അമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? മോള് ശരിക്ക് പറയണം. ഇല്ല ഉസ്താദ്. എന്തുകൊണ്ട് പറ്റൂല? എനിക്ക് എന്റെ അമ്മാൻ എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂല? ഐഷത് മോശാണ്. എന്താ ഉസ്താദ് പറയണത്? അല്ല, ഒരു മോശമല്ലെങ്കിലോ എനിക്കും എന്റെ അമ്മക്കും മോശമല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞു, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, ഉമ്മാനെ വിവാഹം കഴിക്കാൻ മകന് പാടില്ല എന്ന്
അള്ളാന്റെ ആയത്തുണ്ടായതുകൊണ്ടാണ് കെട്ടാൻ പറ്റാത്തത്. അല്ലാതെ നാട്ടിലത്തെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ കെട്ടാക്കണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അള്ളാഹു വഹയിറക്കി. ആരൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും, ആരൊക്കെ വിവാഹം കഴിക്കാൻ പറ്റുമോ വഹയിറക്കിക്കണ്. അതിലൊന്നും ഉമ്മയാണ്. എനിക്കിന്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്ത് എന്താ മൗലവിങ്ങൾ പറയണത്? മകളെ അല്ല, എനിക്കും മകൾക്കും പ്രശ്നമില്ലെങ്കിലോ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ബനാത്തുക്കും, സ്വന്തം പെൺകുട്ടിനെ കെട്ടാൻ പറ്റില്ല എന്ന ആയത്തുണ്ടായതുകൊണ്ടാണ് പറ്റാത്തത്. ആയത്തുണ്ടായതുകൊണ്ടാണ്. പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ആയത്തുണ്ടായതുകൊണ്ടാണ്. ആരെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റും പറ്റൂല എന്നല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവസാനമായി മോളെ 2 ആയത്തള്ള വെച്ചു. മുഹ്സനാത്തിൻ ഗൈറു മുസാഫിഹാത്ത്, നല്ലവരാകണം, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരാകരുത്. അഥവാ കൈകൊണ്ടും കാലുകൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നിർത്തിയില്ല. വലാ മുത്തഖിദാ തഖദാൻ, രഹസ്യ കാമുകി കാമുക ബന്ധവും ഇസ്ലാമിൽ വിവാഹിതരല്ല. മോളെ, ഈ ആയത്ത് പ്രകാരം ബാപ്പിമ്മിൻ കാണാതെ നട്ടപ്പാതിരക്ക് വാതില് കുറ്റിയിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഫോണിൽ കൂടെ വിളിച്ചുണ്ടാക്കിയ ബന്ധം ഇസ്ലാമികമായി വിവാഹം ചെയ്യാൻ പാടില്ലാത്തതാണ്. മഹർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിടത്തും ഖുർആൻ പറഞ്ഞു മുത്തഖിദ് അഖ്ദാദ്, രഹസ്യ കാമുകി കാമുക ബന്ധം ഇസ്ലാമിൽ പാടില്ല. ആയത്ത് നമ്പർ 2 പരിശുദ്ധ ഖുർആനിന്റെ നിയമപ്രകാരം രഹസ്യ കാമുകി കാമുക ബന്ധം വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല. 1. 2 മോളിൻകുത്തരം പറഞ്ഞാ മതി. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഖുത്ബയിലൊക്കെ കേൾക്കലില്ലേ? മോള് പറഞ്ഞു 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ലിതസ്കുന ഇലൈഹ, ദുനിയാവിലുള്ള ജീവിതത്തിലെ സമാധാനമാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിയാണ്, സ്വർഗവുമാണ്. മോളെ, വിവാഹം കൊണ്ട് കിട്ടേണ്ടത് സന്തോഷവും സമാധാനമല്ലേ? ഓക്കെ, മോള് വിവാഹം കഴിക്കാനാണല്ലോ പോകുന്നത്, കാമുകനുമായി വിവാഹം കഴിക്കാനാണല്ലോ പോണത്. മോളെ, വിവാഹത്തിന്റെ സന്തോഷവും സമാധാനവും അള്ള വെച്ചത് റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തിയില്ലേ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി അള്ള തരൂല. മന്ത്രിമാർ പങ്കെടുത്താലും തരൂല, 2000 ആൾക്കാരെ പങ്കെടുപ്പിച്ച് കല്യാണം നടത്തിയാലും തരൂല, കാറ്ററിംഗ് വമ്പൻ സംഭവമായാലും തരൂല, ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ കല്യാണം പ്രൊമോട്ട് ചെയ്താലും സമാധാനം അള്ള തരൂല. സമാധാനം കല്യാണം കൊണ്ട് കിട്ടണോ? ബാപ്പിമ്യ കല്യാണത്തിന് തൃപ്തമുണ്ടാകണം. മോളെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരട്ടെ. മോളെ കല്യാണം നടക്കുന്ന സമയത്ത്, ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണ്ടാണ്. അവനാന്റെ കല്യാണം നടക്കുന്ന സമയത്ത് വരന്റെ കൈ പിടിച്ച് ബാപ്പ ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്തെന്നിരിക്കുന്നു എന്ന് പറയുമ്പം ആ ബാപ്പാന്റെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പടച്ചോനെ, ബാപ്പ കൈ കൊടുത്തിട്ട് ആ സദസ്സിൽ നിന്ന് ആളുകളെല്ലാവരും കൈകൾ പരസ്പരം ചേർത്ത് പിടിച്ച് ആശീർവദിക്കുമ്പം അള്ളാഹുവേ, ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തി എന്റെ മകൾ ഗൾഫ് നാടുകളിൽ ഞാൻ കഷ്ടപ്പെട്ടത് അവൾക്ക് വേണ്ടിയിട്ടാണ്, നാട്ടിൽ ഞാൻ വെയിൽ കൊണ്ടത് അവൾക്ക് വേണ്ടിയിട്ടാണ്, പട്ടിണിയും പ്രാരാധവും കഷ്ടപ്പാടും എല്ലാം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ്. നാഥ, ഞാനിതാ ഇത്രയും കാലം എന്റെ കൈ പിടിച്ച് മദ്രസയിൽ കൊണ്ടുപോയി, എന്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയി, എന്റെ കൈ പിടിച്ച് എന്റെ ജീവിതത്തിലെ മുഴുവൻ സന്തോഷങ്ങളിലും കൂട്ടി എന്റെ മകളെ നാഥ മറ്റൊരു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കാൻ. റഹ്മാനായ നാഥ, നീ അവൾക്ക് ഖൈർ വരുത്തേണമേ, നീ അവൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ, ആ വീട്ടിൽ അവർക്ക് സന്തോഷമുണ്ടാകണമേ, അവൾ എനിക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുന്ന നല്ല ഒരു കുട്ടിയായി മാറണമേ എന്ന് അവിടുന്ന് ബാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സദസ്സിൽ നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ, അള്ളാഹുവേ, എന്റെ 1ാമത്തെ, എന്റെ 2ാമത്തെ, എന്റെ 3ാമത്തെ കുട്ടിയാണ്, 9 മാസം ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട മകളാണ്, ഇത്രയും കാലം അവൾ എന്റെ കയ്യിന്റെ ഉള്ളിലാണ്, ഇന്നിതാ മറ്റൊരു വീട്ടിലേക്ക് പോകാൻ, നാഥാ നീ അവൾക്ക് സന്തോഷം മാത്രം നൽകണമേ എന്ന് ആ സദസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ വിളിച്ചു വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫിൽ ഖൈർ, അല്ലാഹുവേ ഇവർക്ക് 2 പേർക്കും നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ വിളിച്ച ആളുകൾ ഭക്ഷണം കഴിച്ച് നമ്മൾ അവർക്ക് നൽകിയ വലീമയ്ക്ക് ശേഷം ബാറക്കല്ലാഹു ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും എന്ന് പ്രാർത്ഥിക്കുന്ന കല്യാണവും, എന്നാൽ നമ്മുടെ വിവാഹത്തിന്റെ അന്ന്
വരന് കൈ കൊടുത്തിട്ട് ബാപ്പ നെഞ്ചത്ത് തടവിയിട്ട് അല്ലാഹുവേ പടച്ചോനെ, ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട മകനിതാ ഞാനൊരു നിർബന്ധിത സാഹചര്യം കൊണ്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണല്ലോ. മാനം കെടാതിരിക്കാൻ വേണ്ടി കെട്ടിച്ചു കൊടുക്കുകയാണല്ലോ, വഷളാകാതിരിക്കാൻ വേണ്ടി കെട്ടിച്ചു കൊടുക്കുകയാണല്ലോ. നാഥാ, എന്റെ കുട്ടി എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? എന്തിനാ പടച്ചോനെ എന്റെ കുട്ടി എന്നെ ഇങ്ങനെ ദുഃഖപ്പെടുത്തുന്നത്? പടച്ചോനെ, എന്റെ ശാപവും എന്റെ സങ്കടവും അവിടെ മേൽ ചൊരിയരുതേ നാഥ എന്ന് സങ്കടത്തോടുകൂടി ഇത്രയും കാലം പോറ്റി വളർത്തിയ സ്വന്തം മകളെ മനസ്സിന്റെ സങ്കടത്തോടുകൂടി പറഞ്ഞയക്കുന്ന ഒരു കല്യാണം. അവിടെ വന്ന് സദസ്സിലിരിക്കുന്ന ഉമ്മ ആരാരും കാണാതെ കല്യാണ സദസ്സിന്റെ പിന്നിൽ പോയി തന്റെ സലഫി മഫ്ത കൊണ്ട് കണ്ണിൽ നിന്നുതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ അതുകൊണ്ട് തുടച്ച്, പടച്ചോനെ, ഇന്നാളിന്റെ കുട്ടിനോടത് ചെയ്തല്ലോ എന്ന് സങ്കടത്തോടുകൂടി നൊമ്പരപ്പെടുന്ന ഒരു കല്യാണം തമ്മിൽ മോളെ പടച്ചോന്റെ മുന്നിൽ സമാകൂല. അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടോ? കുടുംബത്തിൽ പടച്ചോൻ തൃപ്തി തരും. പടച്ചോന്റെ തൃപ്തിയില്ലേ? സ്വന്തം മക്കളിലൂടെ പടച്ചോൻ കാണിച്ചു തരും. എന്തായിരുന്നു ബാപ്പാനിമ്മാൻ ഉപദ്രവിച്ചത്? ലോകത്തെ മുഴുവൻ തെറ്റുകളും ഒരു വേള പടച്ചോൻ പരലോകത്തേക്ക് അതിന്റെ ശിക്ഷ മാറ്റിവെക്കും. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, ഉമ്മാനും ബാപ്പാനും ഉപദ്രവിച്ചത് അല്ലാഹ് മാറ്റിവെക്കൂല. ഫഇന്നഹു യുഅജ്ജിലു അദാബഹു ഫീ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അതിന്റെ ഒന്നാം ഘട്ടം അല്ലാഹ് നടപ്പിലാക്കും. ഞാൻ എന്റെ മക്കളോട് പറയാൻ, മക്കളെ ഒറ്റ മിനിറ്റ്, മക്കളോട് പറയണം, മക്കളെ, ബാക്കി ഏത് കാര്യം ചെയ്താലും അതിന്റെ ശിക്ഷ അല്ലാഹ് പരലോകത്തേക്ക് മാറ്റിവെക്കും. ഉമ്മാനും വാപ്പാനും ഉപദ്രവിച്ച് അപമാനപ്പെടുത്തി അവനാന്റെ സോഷ്യൽ മീഡിയയിലും റീൽസുകളിലും ഏതെങ്കിലും ആളുകളും തോന്നിവാസികളായ കൂട്ടുകാരികളുടെയും കൂടെ ചേർന്ന് അവിഹിത ബന്ധത്തിലേർപ്പെട്ടാൽ ദുനിയാവെന്ന് പടച്ചോൻ അതിന്റെ ഒന്നാം ഘട്ടം നടപ്പിലാക്കും. ഞാൻ ഈ മോളോട് അത് പറഞ്ഞു. മോളുടെ രണ്ട് കാര്യം പറഞ്ഞു. മോളെ, മതപരമായി മോള് ചെയ്ത് തെറ്റാണ് എന്നല്ലേ? 2 ആയത്ത് പ്രകാരം തെറ്റാണ്. വിവാഹം എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സമാധാനാണ്. ആ സമാധാനം ബാപ്പാന്റെ ഇമ്മാന്റെ സന്തോഷത്തിൽ അല്ലാഹ് സന്തോഷം തരുള്ളൂ, ബാപ്പാന്റെ ഇമ്മാന്റെ ദുഃഖത്തിൽ അല്ലാഹു ദുഃഖമേ കുടുംബജീവിതത്തിൽ തരുള്ളൂ. അതുകൊണ്ട് മോളെ, ആയത്ത് പ്രകാരം ഹദീസ് പ്രകാരം മോളെടുത്ത തീരുമാനം തെറ്റാണ്. ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, രക്ഷിതാക്കളെ, ഞാൻ ഇന്നും ആലോചിക്കാണ്. ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഒരു 5 മിനിറ്റ് സമയം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ആ കുട്ടി 2 കൈകളും കണ്ണിന് നേരെ ഇങ്ങനെ വെച്ച് നിന്നാണ് പൊട്ടിയാണ് കരഞ്ഞു. അല്പനേരം കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു, ബാപ്പാണ്ടും വാണ് പറയും, അവർ തീരുമാനിച്ച, ഞാൻ ആദ്യം എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞ ആ വിവാഹത്തിന് ഞാൻ റെഡിയാണ്. ഇതെനിക്ക് മതപരമായി തെറ്റാണ്, കുറ്റം കിട്ടും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിന് പിന്മാറിയിരിക്കണം. ഞാൻ രക്ഷിതാക്കൾ പറയുന്നത്, രക്ഷിതാക്കളെ, നമ്മളെ മക്കൾ പിന്മാറും. രക്ഷിതാക്കളെ ഞാൻ ശരിക്ക് പറയാൻ, നമ്മുടെ മക്കൾ പിന്മാറും 100%. ഹൈസെക്കുകളില്, പ്രോഫ്കോണുകളില്, നാസ്കോകളില്, ISMന്റെ പ്രോഗ്രാമുകളില്, നിശാ ക്യാമ്പുകളില്, യുവാക്കൾക്കുള്ള സംഗമങ്ങളില് 100 കണക്കിന് പ്രോഗ്രാമിൽ പങ്കെടുത്ത എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ മാറും. എപ്പെന്നറിയോ? ഹൃദയത്തിലേക്ക് ദീൻ പ്രവേശിച്ചാൽ മാറും. ഇല്ലേ, എത്ര കൗൺസിലിംഗ് കൊടുത്താലും മാറൂല. കാരണം മാറണമെന്നില്ല. ഞാൻ എന്റെ രക്ഷിതാക്കളോട് വീണ്ടും പറ, രക്ഷിതാക്കളെ, കണ്ണൂർ ജില്ലയിൽ ഞാനൊരു പ്രോഗ്രാമിന് പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ കുറച്ച് മുമ്പാണ്. പ്രൊഫഷണൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഹാളിൽ ഒരുമിച്ച് കൂടിയ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയം അവതരിപ്പിച്ചു. ചോദിക്കാന്ന് പറഞ്ഞു സംശയങ്ങൾ. ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് പറയാൻ, എന്റെ ജില്ലക്കാർ എന്ന ഇഷ്ടത്തിൽ പറയാൻ, കണ്ണൂർ ജില്ലയിലെ നല്ലവരായ രക്ഷിതാക്കൾ പറയാൻ. ആ കുട്ടി ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാണ്. ആ കുട്ടി ചോദിച്ച ചോദ്യം എന്താ അറിയോ? സർ, ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു, അതെ സർ. മണ്ടയില്ലാത്ത തെങ്ങ്, നിങ്ങളുടെ ഭാഷയിൽ എനിക്ക് മനസ്സിലാകും തോന്നുന്നു. മണ്ടയില്ലാത്ത തെങ്ങിന് സാറ് വളം ഇട്ട് സംരക്ഷിച്ച് കൊണ്ടടക്കോ എന്ന് പറഞ്ഞാൽ, ഇടിവാള് തട്ടി മുകൾ ഭാഗം കരിഞ്ഞു പോയൊരു തെങ്ങ് സാറ് 700 കൂലി കൊടുത്ത് ഒരു പണിക്കാരനെ വെച്ച് അതിന്റെ തടം തുറന്ന്
അതിൽ വളമിട്ട് വെള്ളമൊഴിച്ച് വേലി കെട്ടി സംരക്ഷിച്ചു കൊണ്ടടക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്തുകൊണ്ട് സാറേ ഇല്ല? ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഉപകാരമില്ല, കരിഞ്ഞു പോയിക്കണല്ലോ. ഓക്കെ, എങ്കിൽ സാർ എന്റെ രണ്ടാമത്തെ ചോദ്യം, എഞ്ചിൻ നശിച്ച ഒരു വാഹനം സാറ് പെയിന്റ് അടിച്ച് സൂക്ഷിച്ച് അത് സംരക്ഷിച്ചു കൊണ്ടടക്കുമോ? ഒരു വണ്ടി എഞ്ചിൻ കംപ്ലീറ്റ് പോയിക്കണ്, അത് സാറ് വർഷാവർഷം നല്ല പെയിന്റ് അടിച്ചിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടടക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല. സാറേ എന്തേ കൊണ്ടടക്കാത്തത്? പറഞ്ഞു പ്രത്യേകിച്ച് ഉപകാരമല്ല. എങ്കിൽ ആ കുട്ടിന്റെ ചോദ്യം, ആ ചോദ്യമാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കണേ. സാറേ എങ്കിൽ എന്റെ ചോദ്യം, എന്റെ വാപ്പാക്കും എന്റെ ഉമ്മാക്കും നിങ്ങൾ ക്ലാസ് പറഞ്ഞല്ലോ, ബാപ്പാനും ഇമ്മാനും നിങ്ങൾ കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോകണം, പ്രായമാണെങ്കിലും കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ. എന്റെ വാപ്പാക്കും എന്റെ അമ്മാക്കും പ്രായിക്കണം. നിങ്ങളെ ക്ലാസ് പറഞ്ഞ പോലെ എന്റെ വാപ്പാനെ ഞാൻ ഏതെങ്കിലും ഒരു കല്യാണത്തിന് കൊണ്ടുപോയി ഞാൻ കൊണ്ടുവരുമ്പോഴേക്കും എന്റെ വാപ്പാക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. ശ്വാസം മുട്ടലിന് ഞാൻ വാപ്പാക്ക് മരുന്ന് വാങ്ങാണെങ്കിൽ മിനിമം 300 400 ഞാൻ മരുന്ന് വാങ്ങണം. ഞാൻ എന്റെ ഉമ്മാനും കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കല്യാണത്തിന് ഞാൻ പോയാൽ ഉമ്മാക്ക് ഊരവേദനയോ മുട്ടുംകാലിന്റെ വേദനയോ തുടങ്ങും. ഞാൻ അതിന് കുഴമ്പ് വാങ്ങുകയും മരുന്ന് വാങ്ങുകയും ചെയ്താൽ 10-250 ഞാനതിന് പോവും. ഒരൊറ്റ യാത്രക്ക് എന്റെ വാപ്പാനും ഇമ്മാനും കൊണ്ടുപോയാൽ 500 മിനിമം എനിക്ക് നഷ്ടമാണ് സർ, നഷ്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, സാർ എന്നോട് പറഞ്ഞില്ലേ മണ്ട പോയ തെങ്ങിനെ സാറ് വളമിട്ട് കൊണ്ടടക്കൂല, കാരണം ഉപകാരമല്ല. എഞ്ചിൻ പോയ വണ്ടി സാറ് പെയിന്റ് അടിച്ച് കൊണ്ടടക്കൂല, കാരണം ഉപകാരമല്ല. സർ, ഒരു ഉപകാരമോ ഒരു വരുമാനമോ തിരിച്ചു തരാത്ത പ്രായമായ എന്റെ വാപ്പാനിമ്മാനും ഓരോ പോക്ക് പോകുമ്പോഴും 500 ചെലവ് മാത്രമുള്ള എന്റെ വാപ്പാനിമ്മാനും എന്തടിസ്ഥാനത്തിലാണ് സർ നിങ്ങൾ കൊണ്ടു നടക്കണം, സംരക്ഷിക്കണം എന്ന് പറയുന്നത്? ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാണ്, ഞാൻ പറയാൻ വേണ്ടിട്ട് തന്നെ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാണ്. ആ കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയോ? മോനെ, ഫസ്റ്റ് ഉത്തരം എന്താ അറിയോ? മോനെ, പരലോകമുണ്ട്. ഫസ്റ്റ് വാക്കതാണ്, പരലോകമുണ്ട്. ആ പരലോകത്തേക്ക് ഒറ്റക്കൊറ്റക്ക് ചേലാകർമ്മം ചെയ്യാത്തവരായി നഗ്നപാതകരായി അള്ളാഹിന്റെ മുന്നിൽ ഒറ്റക്കൊറ്റക്ക് വരും. ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും അള്ളാഹു കൊണ്ടുപോകും. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അൽ അബു ഔസത്തു അബ്വാബൽ ജന്ന, ബാപ്പയാണ് സ്വർഗത്തിലെ മധ്യത്തിലുള്ള കവാടം. ഹദീസ് ദുർബലമാണെങ്കിലും ആശയപ്രകാരം ശരിയായ അൽ ഉമ്മു തഹ്ത അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. മോനെ, അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബാപ്പയുടെ അനുവാദം വേണം, ഉമ്മയുടെ തൃപ്തിയും വേണം. എന്നാൽ ബാപ്പയുടെയോ ഉമ്മയുടെയോ തൃപ്തിയോ അനുവാദമോ ഇല്ലെങ്കിൽ ഉമ്മാന്റെയും ബാപ്പാന്റെയും കോപത്തിൽ പടച്ചോന്റെ കോപമായ നരകാണ് മോനെ ഉണ്ടാകുക. അതുകൊണ്ട് മണ്ട പോയ തെങ്ങിനെ പോലെ, എഞ്ചിൻ തകരാറായ വാഹനത്തെ പോലെ അല്ല ബാപ്പയുമ്മയും ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും നരകവുമാണ്. മരം അങ്ങനെയല്ല, വണ്ടി അങ്ങനെയല്ല. അതുകൊണ്ട് വാപ്പാക്കൊരു പാരാസെറ്റാമോളിന്റെ ഗുളികയാണ് വാങ്ങിക്കൊടുക്കുന്നെങ്കിൽ അത് സ്വർഗമാണ്. ഉമ്മാക്ക് ഏതെങ്കിലും ഒരു തൈലമാണ് വാങ്ങിക്കൊടുക്കുന്നെങ്കിൽ അത് സ്വർഗമാണ്. ഉമ്മയുടെ കൈപിടിച്ച് മുറ്റത്തേക്ക് നടക്കുന്നത് സ്വർഗമാണ്. ബാപ്പാനെ വണ്ടിയിലിരുത്തി അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നത് സ്വർഗാണ്. അതുകൊണ്ടാണ് ബാപ്പാക്കും ഉമ്മാക്കും വയസ്സായാലും രോഗമായാലും അവരെ കൊണ്ടു നടക്കണം എന്ന് പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട് ചോദിക്കണം, അറിയോ, കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ഒരു രക്ഷിതാവ് മക്കളെ എത്തിക്കണമെങ്കിൽ എത്ര കടം വാങ്ങിയിട്ടുണ്ടാകും, എത്ര ഉറക്കൊഴിച്ചിട്ടുണ്ടാകും, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്രമാത്രം അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്ത ആ കുട്ടിയുടെ ചോദ്യം എന്താ അറിയോ? ഇത്രയും കാലം കഷ്ടപ്പെട്ട എന്റെ ബാപ്പാനിമ്മാനും നോക്കൽ എന്റെ ബാധ്യതയാണോ? എന്തേ കാരണം? ബാക്കിയൊക്കെ ഉണ്ട്, ദീനില്ല. ഞാൻ രക്ഷിതാക്കളെ, ദീൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ബാക്കി അള്ള നോക്കും. ദീന് കൊടുക്കാൻ റെഡിയില്ലേ?
പടച്ചോൻ തിരിഞ്ഞോക്കൂല. ഞാൻ ഉമ്മാരെ ഞങ്ങൾ ആൺകുട്ടിയൊക്കെ പ്രകൃതിപരമായ ചില സംഗതികൾ അല്ല നിൽക്കണം. എന്താ അറിയോ, നിർബന്ധിതാവസ്ഥയിൽ ഞങ്ങൾ ദീൻ കേൾക്കേണ്ടി വന്നോലാണ് ആണുങ്ങൾ. ആണുങ്ങൾക്ക് വെള്ളിയാഴ്ച വരി പോയി കുത്തിർക്കാൻ പറ്റില്ല, എല്ലാവരും പാടെ പള്ളിയിൽ പോകും. അപ്പൊ പോകൽ നിർബന്ധമാണ്. ഞങ്ങൾക്ക് ആൺകുട്ടിയൊക്കെ പോകൽ നിർബന്ധമാണ്. മഗ്‌രിബിന് ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോയി, മഗ്‌രിബിന് അങ്ങാടിയിൽ നിൽക്കണം, എല്ലാവരും മഗ്‌രിബിന് പള്ളിയിൽ പോകും. അങ്ങാടിയിൽ നിന്നാൽ ഞങ്ങൾ പൊട്ടനാവും. അതുകൊണ്ട് ഞങ്ങൾ മഗ്‌രിബിനെങ്കിലും പള്ളിക്കോൽ ഞങ്ങളെ നിർബന്ധമാണ്. റമദാനിൽ പള്ളിക്കോൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്. ആണുങ്ങൾ സ്വാഭാവികമായിട്ട് പോകും, അല്ലെങ്കിൽ അവനാൻ ഒറ്റപ്പെടും. അവനാന്റെ കൂട്ടുകാരന്റെ നിക്കാഹ് പള്ളിയിലാണെങ്കിൽ അതുവരെ പള്ളി കയറാത്തവൻ അന്നെങ്കിലും പള്ളി കയറും, മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി കയറും. ശരി, ഞാൻ ഈ പറയണം എന്തറിയോ, ആൺകുട്ടികൾക്ക് നിക്കാഹിന് പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാകുന്നു, മരിച്ചോടത്തേക്ക് വേണ്ടി പള്ളിക്ക് പോകൽ നിർബന്ധമാകുന്നു. ജുമാക്ക് പള്ളിക്കൊക്കെ അവർ പോകും, മഗ്‌രിബിനെങ്കിൽ അങ്ങാടിയിൽ നിന്ന് പള്ളിക്കൊക്കെ അവർ പോകും. എന്തെങ്കിലുമൊക്കെ ഒരു സമ്മേളനത്തിന് പോകേണ്ടി വരും. ഞാൻ എന്റെ ഉമ്മാരെ നമ്മൾ പെൺകുട്ടികളോ, എവിടെ ജുമാ? ഞാൻ കുറ്റായിട്ട് പറയില്ല, എവിടെ ജുമാ? നമ്മൾ പിന്നെ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ അത് പിന്നെ പറ്റുമെങ്കിൽ പോയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. പറ്റുമെങ്കിൽ പോയാൽ മതി, പറ്റുമെങ്കിൽ പോയാൽ മതി. ഉമ്മാരെ, ആത്തിക്ക റളിയല്ലാഹു അൻഹ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്തിക്ക റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചു. ഉമ്മാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, മക്കൾ കേൾക്കേണ്ടതാണ്, മുജാഹിദ് പെൺകുട്ടികൾ കേൾക്കേണ്ടതാണ്. ആത്തിക്ക റളിയല്ലാഹു അൻഹയെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ചു, ഇഷ്ടപ്പെട്ടു, സംസാരിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വിവാഹത്തിന് റെഡിയാണ്. ആത്തിക്ക റളിയല്ലാഹു അൻഹ എന്ന അന്നത്തെ മുജാഹിദായ വനിത, സഹാബി വനിത തിരിച്ചു പറഞ്ഞു, എനിക്ക് ഓക്കെയാണ്, ഒറ്റ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ അറിയോ? എന്താ അമ്മാരെ കണ്ടീഷൻ അറിയോ? ഞാൻ നിങ്ങളുടെ വിവാഹാലോചന ഞാൻ തൃപ്തിപ്പെടുന്നു, ഓക്കെയാണ്, പക്ഷെ എനിക്ക് ശുദ്ധിയായിരിക്കെ 5 വക്ത് പള്ളിയിൽ പോകാൻ അവസരം തരണം. അത് ഓക്കെ ആണോ? ഞങ്ങളെ കല്യാണത്തിന് റെഡിയാണ്. നമ്മുടെ നാട്ടിൽ കടവത്തൂർ അങ്ങനെ സ്ത്രീ പറഞ്ഞ ഓവറാണ്, 5 നേരം പള്ളി പോ, ഓവറാണ്. ഓവറല്ലാത്ത എന്താണ്? ഒരാഴ്ചയിൽ 6 ദിവസം ജോലിക്ക് ഇവിടുന്ന് പോവുകയാണ്, ഓവറല്ല. കിലോമീറ്ററുകൾ ജോലിക്ക് പോയാൽ ഓവറല്ല. 10 മീറ്ററോ 100 മീറ്ററോ പള്ളിക്ക് 5 വക്ത് വന്നാൽ ഓവറാകുന്നു. ഈ സംസ്കാരത്തിന് മുജാഹിദുകൾ പഴയതിലേക്ക് പോകണം. ഉമ്മമാരെ, എന്റെ പെൺകുട്ടിയോട് പറയാം, പെൺകുട്ടികളെ, നല്ലവരായ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദീനും പള്ളിയുമായി നമ്മൾക്ക് ബന്ധമില്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിലേക്ക് പലപ്പോഴെതിരായ വിശ്വാസങ്ങൾ കടത്തിക്കൊണ്ടുവരും. നമ്മുടെ നാട്ടില് മുസ്ലിമായ പെൺകുട്ടികളും നമ്മളോട് ഓരോ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ തനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ തന്റെ ആൺകുട്ടി അല്ലാഹുവിനും മാതാപിതാക്കൾക്കും നാട്ടിലെ തന്റെ ആൺകുട്ടിയോട് ചെയ്തതുപോലെ ചെയ്താൽ മതി. എന്താ ചോദിക്കുന്നത്? എന്തിനാണ് 19, 18, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി അതുവരെ തന്റെ ശരീരത്തിൽ കുത്താത്ത ഒരു കാര്യം പുതിയതായി കുത്തുന്നതിന്റെ ഇന്റൻഷൻ എന്താ? നിലവിൽ 2 ദ്വാരങ്ങളിലൂടെ വായു തികയാതെ വന്നുകൊണ്ട് 3ാമത്തെ ഒരു ദ്വാരമാണോ? അല്ലല്ലോ. പഠിച്ച കാര്യമല്ല. യൂട്യൂബിലേക്ക് പോയി പുതിയൊരു ടീം ഉണ്ടാകുന്നു, അംഗമാകുന്നു. ഈ ഒരു ട്രെൻഡിന്റെ കൂടെ നമ്മൾ ഞാൻ പുതിയതായി ഒരു മൂക്കുത്തി കുത്തുക വഴി എന്നിലേക്ക് ആളുകൾ ഒന്നുകൂടി നോക്കണം. എന്നിട്ട് പറയണം, മൈമൂന ഒന്നുകൂടി ഭംഗിയായി, ജമീല ഉഷാറായി, കല്ല് മോഡലായി, ടോപ്പായി, മുമ്പത്തെക്കാളും ഭംഗിയായി, വെളുത്ത് പാറലായി ഉണ്ടെങ്കിൽ ഈ ചിന്തയെയാണ് പ്രവാചകൻ പറഞ്ഞത്. കാലഘട്ടത്തിലെ സഹോദരിമാർ ശരീരത്തിന്റെ മാറടക്കമുള്ള, മുഖമടക്കമുള്ള ശരീരത്തിന്റെ നിന്നോന്നത ഭാഗങ്ങൾ പ്രത്യേകമായി പ്രൊജക്ട് ചെയ്ത് എന്നിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം എന്ന രൂപത്തിൽ നടക്കുകയും അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്ന പോലെ
വിശ്വാസികളെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ ഇന്റൻഷൻ എന്താണോ അതേ ഇന്റൻഷനാണ് 19-ാമത്തെ വയസ്സിലും 20-ാമത്തെ വയസ്സിലും മൂക്കുത്തി കുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഫത്വ മുഴുവൻ. അല്ലാതെ നിങ്ങൾ പറയും വേറെന്താ ലക്ഷ്യം, രോഗം മാറാൻ വേണ്ടി കുത്തുക ആണോ? അല്ല. നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യൻ നാടുകളിൽ അവരുടെ ആചാരത്തിന്റെ ചെവിയിൽ കുത്തുന്ന പോലെ അവരുടെ ആചാരത്തിന്റെ ഭാഗം, അത് മറ്റൊരു ഫത്വയാണ്. നമ്മുടെ നാട്ടിൽ എന്തിനാണ് പെൺകുട്ടികൾ ചെയ്യുന്നത്? പുതിയ ട്രെൻഡിന്റെ ഭാഗമായി ചെയ്യാം. എന്നിട്ട് അതിന്റെ ഭാഗമായി ചെയ്തിട്ട് അതിന് മതപരമായി നമ്മൾ ഹുക്കുമുണ്ടാക്കുക. ഞാൻ രക്ഷിതാക്കളെ ദീനിന്റെ കൂടെ നമ്മുടെ മക്കളെ നിർത്തുക. സഹോദരിമാരുടെ പെൺകുട്ടികളെ നിങ്ങൾ ജുമ ഒരിക്കലും ഒഴിവാക്കരുത്. ഒരിക്കലും നിങ്ങൾ ജുമ ഒഴിവാക്കരുത്. ജുമയാണ് ഓരോ ആഴ്ചയിലും നമ്മൾക്ക് ദീനിയായി ജീവിക്കാനുള്ള ഇന്ധനം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സകലമാന ലിബറൽവാദികളും സകലമാന നാസ്തികവാദികളും സകലമാന ജെൻഡർ വാദികളും ഓരോ ആണും ഓരോ പെണ്ണും സമമാണ് എന്ന തോന്നിവാസത്തിന്റെ പിന്നിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇസ്ലാമിക വിരുദ്ധമായ ആശയം നടപ്പിലാക്കുന്ന ആൾക്കാരും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം ദീനിയായ പരിസരം, ക്ലാസ് എല്ലാം ഉണ്ടാക്കുക. രക്ഷിതാക്കളോട് അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ. രക്ഷിതാക്കളെ, മക്കളെ ദീനിയാക്കുക എന്ന് പറഞ്ഞല്ലോ, ഞാൻ 5-6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കട്ടോ. കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ആ റിസ്ക് ഒരു രക്ഷിതാവ് എടുത്താൽ ബാക്കി അള്ളാഹു നോക്കും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹിന്റെ കരാർ സത്യാൻ. ആ റിസ്ക് രക്ഷിതാക്കൾ എടുക്കണം. ഒന്നുകൂടി ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാൻ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്നും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്നു, ഭരണാധികാരിയാണ്. ബൈത്തുൽ മാൽ, സക്കാത്തിന്റെ ഓഹരിയായ കാരക്കയുടെ കൂമ്പാരം, ചെറിയ കുട്ടി കാരക്കയെടുത്ത് വായിലേക്കിടുന്നു, ചവക്കുന്നു. ഖലീഫ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാണുന്നു, ചെല്ലുന്നു, വായങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു, ചൂണ്ടുവിരൽ കൊണ്ട് ഉമിനീരോടുകൂടി കാരക്ക വടിച്ചെടുക്കുന്നു, കഴുകി അതിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നു. കുട്ടി കരയുന്നു. ഭാര്യ എടുത്തു വന്നിട്ട്, അല്ലയിക്ക, നമ്മുടെ കുട്ടിയല്ലേ, അവന് ബൈത്തുൽ മാൽ അറിയില്ലല്ലോ, സക്കാത്ത് അറിയില്ലല്ലോ, അവൻ എന്തിനാണ് നിങ്ങൾ ആ കാരക്കെടുത്താണ്ട് അവന്റെ വായിൽ നിന്ന് കെടുകി ടൈക്കന്നിട്ടത്? അതിന് ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുണ്ട്, എല്ലാ രക്ഷിതാക്കളും കേൾക്കേണ്ട വാക്കാണ്. എന്താ പറഞ്ഞറിയോ? എടി, അതിന്റെ കുട്ടിയല്ലേ, അവൻ കരയുന്ന ഓരോ കണ്ണുനീരും എനിക്കെന്ത് മാത്രം സങ്കടാണ്. ഞാനവന്റെ വാപ്പന്നല്ലേ, അവൻ കരയണെന്ന് പറയുന്നത് എനിക്കും സങ്കടം തന്നെയല്ലേ. പക്ഷേ ഞാൻ എന്തിനാ എന്നിട്ട് ആ കാരക്ക അവന്റെ വായിന്ന് പുറത്തേക്കെടുത്ത് അവൻ കരഞ്ഞിട്ടും അത് കഴുകി വൃത്തിയാക്കി ബൈത്തുൽ മാൽ കൊണ്ട് വെച്ചതറിയോ? നമുക്ക് അവകാശപ്പെടാത്തൊരു സമ്പത്ത് നമ്മുടെ കുട്ടി കഴിച്ചിട്ട് അത് നമ്മൾ തടുത്തിട്ടില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ തെറ്റ് കണ്ടിട്ട് തടുക്കാത്തതിന്റെ പേരിൽ നമ്മളോ അനർഹമായി കഴിച്ചതിന്റെ പേരിൽ നമ്മുടെ കുട്ടിയോ നരകത്തിൽ പോയി അവിടെ കിടന്ന് ലോകത്തെ ഏറ്റവും വലിയ ചൂടിനേക്കാളും 69 ഇരട്ടി ചൂടിൽ നമ്മുടെ കുട്ടി കല്ലാ ഇന്നഹാ ലവ്വാ നസ്സഅത്തുൽ ലിസവാ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുന്ന ഭയാനകമായ നരകത്തിൽ നമ്മളോ നമ്മുടെ കുട്ടിയോ അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ കുട്ടി ഒരു 10 മിനിറ്റ് ദുനിയാവ് കരഞ്ഞാലും വേണ്ടില്ല, അവനെ നമുക്ക് ആശ്വസിപ്പിക്കാം. പക്ഷെ നരകത്ത് പോകേണ്ടതില്ലല്ലോ. ഇതാണ് സഹോദരങ്ങളെ രക്ഷിതാക്കളായ നമ്മുടെ ഔദ്യോഗികമായ തീരുമാനം. എന്താ അറിയോ? നമ്മുടെ കുട്ടി ചിലപ്പോൾ തെറ്റും. തൽക്കാലം നാളെ സുബൈക്ക് നിങ്ങൾ പള്ളിക്കൊക്കെ വിളിച്ചു നോക്കി, ബാപ്പാട് പറയാ, നിങ്ങൾ നാളെ ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് നാളെ സുബൈക്ക് പള്ളിക്കൊക്കെ നമ്മളെ മക്കളെ വിളിച്ചു നോക്കി, ഇമ്മാതിരി ഒരു മൊരട്ട് ബാപ്പാന്നോ പറയും. ഇങ്ങനത്തെ ഒരു ബാപ്പാനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. നിങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കാൻ വേണ്ടി ഇമ്മാരെന്ന് പറഞ്ഞു നോക്കേണ്ടി, ഇമ്മാതിരി ഒരു വയസ്സത്ത് ഇമ്മാന്ന് കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലും നമ്മളെ കുട്ടികളെ നമ്മൾ നേരിന്റെ മാർഗത്തിൽ കൊണ്ടുവരുന്നത്. ഉറപ്പാണ്. ചെറിയ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. രക്ഷിതാക്കൾ ഇന്ന് ധരിച്ചു വെച്ചൊരു കാര്യം എന്താ അറിയോ? ഒരു റിസ്ക്കും മക്കളെ വിഷയത്തിൽ എടുക്കാതെ അവരല്ല സ്വയം മാറ്റും. ഞാൻ ഒരു ചെറിയ അനുഭവം പറയട്ടോ. ഒരു ടീച്ചറാണ്. ആ ടീച്ചർ വിളിച്ചു, സാറങ്ങളൊന്ന് വരണം. ഞാനിങ്ങനെ ചെന്നു. അപ്പൊ സിറ്റ് ഔട്ടിൽ ഇരുന്നൊരു എന്നോടിങ്ങനെ സംസാരിക്കുന്നതാണ്. ഞങ്ങളെ വിളിച്ചത്, നിങ്ങൾ എന്റെ മകനെ പഠിപ്പിച്ചിരിക്കണ, ഓൻ അന്നൊക്കെ സുബൈക്കൊക്കെ പള്ളിക്ക് പോയിനി, ഇപ്പം പള്ളിക്കൊക്കെ വരുന്നില്ല, ക്ലാസ്സിനൊന്നുമില്ല, ഓന് പറഞ്ഞാൽ കേൾക്കണില്ല, നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ഓന് പറഞ്ഞു കൊടുക്കണം. ഇതിങ്ങനെ അമ്മ പറയട്ടോ.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ടീച്ചർ ഉള്ളിക്കൊരൊറ്റ ഓട്ടം. അപ്പൊ ഞാൻ കരുതി എന്താ റബ്ബേ പറ്റിയത്. അപ്പൊ നോക്കുമ്പോ എന്താ അറിയോ, ഏത് കുട്ടിയെ പറ്റിയാണോ പറയുന്നത് ആ കുട്ടിന്റെ പെരീക്ക് വരുന്നത്. അഥവാ ടീച്ചറെ കുട്ടി പെരീക്ക് വരുന്നുണ്ട്. അപ്പൊ ഓൻ വരുന്ന കണ്ടിട്ട് ഉമ്മ ഇവിടുന്ന് ഓടുകയാണ്. ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടിട്ട് ബാക്ക് നിന്റെ കൈ തന്നാണ്ട് ആശത് കുടിച്ചോളിയും. പിന്നെ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നതാ നിങ്ങൾ ഓനോട് പറയരുത് കേട്ടോ. ഏത് ഉമ്മ വിളിച്ചിട്ട് വന്നതാന്ന് പറയരുത് കേട്ടോ. പിന്നെന്താ ഞാൻ പറയണ്ടേ ഇഞ്ഞടുത്ത് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ അവനോട് എടാ സൽമാനെ, ഞാൻ തീ കൂടെ വെറുതെ ഇങ്ങനെ പോയപ്പോടാ എന്റെ പേരെ കണ്ടപ്പോ അറിയാതെ എന്റെ പേരന്റെ ഉള്ളിലേക്ക് കയറണം തോന്നിയതാടാ, അപ്പൊ ഇങ്ങനെ കേറിയതാടാ, അപ്പൊ എന്റെ ഒരു ഗ്ലാസ് വെള്ളം തന്നതാടാ. എന്നെ മൗലവിക്ക് തോണറിയാം, ഉമ്മാക്ക് തോണറിയാൻ പറ്റില്ല. സോ എന്താ വിഷയം എന്നറിയോ, ഇന്റെ കുട്ടി നന്നാണം, ഇന്റെ കുട്ടി ഉഷാറാണം, പ്രേമുണ്ടാകാൻ പാടില്ല, നിസ്കാരത്തിന് പള്ളിക്കൊക്കെ പോകണം, ഹറാമ് ചെയ്യരുത്, നമ്മൾ പെരയിലില്ലെങ്കിൽ അവർ തോന്നിയാസം കാണരുത്. അതിനു വേണ്ടി ബാപ്പിമ്മ എടുക്കേണ്ട ഒരു റിസ്ക് ഉണ്ടല്ലോ. പള്ളിക്കൊക്കെ വിളിക്കുക, കടയിക്ക് പോകുമ്പോളെ ഇസ്ലാമിക വേഷവിധാനം മോള് ധരിക്കണം എന്ന് പറയാ, വീട്ടിൽ നിന്ന് സുബൈക്ക് വിളിച്ചുണർത്തുക, ഖുർആന് ബാപ്പിമ്മി ഓതിയിട്ട് മക്കൾ ഓതാൻ വേണ്ടി പറയാ, ബാപ്പിമ്മി ഹറാമ് കാണാനൊക്കെ ഈ റിസ്ക് എടുക്കാൻ ബാപ്പിമ്മി റെഡിയല്ല എങ്കിൽ അള്ളാഹു ആ വിഷയത്തിൽ തിരിഞ്ഞു നോക്കൂല, ഉറപ്പാ തിരിഞ്ഞു നോക്കൂല. കാരണം ബാപ്പിയുമ്മയും ആ വിഷയത്തിൽ ദീനിയാകുന്നുണ്ടോ, ബാപ്പാക്കുമ്മാക്കും എത്രമാത്രം താല്പര്യമുണ്ടോ എന്നല്ല നോക്കിയിട്ടേ മക്കളുടെ വിഷയത്തിൽ ഉമ്മയും ബാപ്പി അള്ളാഹു ഇടപെടുള്ളൂ. രക്ഷിതാക്കളെ ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കൾ നമ്മുടെ മഹല്ലിലും നമ്മുടെ കുടുംബത്തിലും ദീനിയാകണം. അതിന് MSMന്റെ ഹൈസക് 26-ാം തീയതി വരുന്നുണ്ട്. മക്കളെല്ലാരും പങ്കെടുപ്പിക്കണം. ISMന്റെ സംസ്ഥാന സമ്മേളനം 15 വയസ്സിന്റെയും 45 വയസ്സിന്റെ അടക്കമുള്ള മുഴുവൻ കടവത്തൂരിലെ മുഴുവൻ യുവാക്കളും പങ്കെടുക്കണം. മുഴുവൻ യുവാക്കളും. ബാപ്പാരുടെ ഉമ്മാട് പറയട്ടെ, ബാപ്പാരന്മാരെ ഡിസംബർ 30, 31 അന്ന് ഒരു കല്യാണം ദയവേ നിങ്ങൾ വെക്കരുത്. അന്നൊരു കല്യാണം 165 ദിവസത്തിൽ അന്ന് കല്യാണം കൊണ്ടുപോയി വെക്കരുത്. അന്ന് എല്ലാ യുവാക്കളും ഡേറ്റ് അടയാളപ്പെടുത്തുക. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം മനസ്സിലിങ്ങനെ കാണട്ടോ. 20-25,000 യുവാക്കൾ കേരളക്കരയിൽ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, കഴുത്തറുത്താലും ശിർക്ക് ചെയ്യാത്ത, ഏലത്ത് കെട്ടാത്ത, ഐക്കല്ല് കെട്ടാത്ത, അള്ളയല്ലാത്ത ഒരാളെയും വിജനപ്രദേശത്തോ സജനപ്രദേശത്തോ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, പുഴയിൽ വീണാലും വീടില്ലെങ്കിലും പടച്ചവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന 20,000 യുവാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനത്തിൽ തൗഹീദിന്റെ പ്രസരണ കേന്ദ്രമായ കടവത്തൂർ മണ്ഡലത്തിൽ നിന്ന് മുജാഹിദുകളായ നമ്മുടെ മക്കൾ ഉണ്ടാകണം എന്നത് നമ്മുടെ തീരുമാനമാകണം. അവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യുവാക്കളിൽ ഈ പ്രദേശത്ത് നിന്ന് നമ്മുടെ യുവാക്കളും നമ്മുടെ മക്കളും ഉണ്ടാകണം. 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ മുജാഹിദ് കുടുംബങ്ങളിലെ യുവാക്കളെയും ഹൃദയം തുറന്ന് 30-ാം തീയതിയും 31-ാം തീയതിയും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇവിടെ നിന്ന് പോകാനുള്ള മുഴുവൻ വാഹന സൗകര്യങ്ങളും സംഘാടകരുണ്ടാകും. ഉമ്മമാരെ മറക്കരുത്, ഒരിക്കൽ പോലും നിങ്ങൾ എഴുതി വെക്കണം. ഇതേപോലെ ഈ മാസം 26-ാം തീയതി ഹൈസക്ക് നടക്കുകയാണ്. കണ്ണൂർ ജില്ലയുടെ ഹൈസക്കാണ്. 1500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നു. മതപരമായ അവർക്ക് ജീവിതത്തിൽ പുലർത്തേണ്ട, വീട്ടിലും സ്വഭാവത്തിലും ക്യാമ്പസുകളിലും വിശ്വാസത്തിലും പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികളാണ്. ഒരുമിച്ച് കൂടിയ മുഴുവൻ രക്ഷിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ വലിയ സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയ ഒരുപാട് ആളുകൾ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അധ്വാനിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ കൺകുളിർമയുള്ള നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ നടന്നു വന്ന, ഞങ്ങൾ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന അതേ ആദർശ വിശുദ്ധിയിലേക്ക് ഞങ്ങളുടെ മക്കളെയും നീ അതുപോലെ സത്യസരണിയിലൂടെ നീ നയിച്ച് ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ പ്രദേശത്ത് തൗഹീദ് കൈമാറിത്തന്ന് മരണപ്പെട്ടു